നമസ്കാരം. അംശുവിടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. പ്രധാന വാർത്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. Azure Builders, building beyond blue. AI partner, Cyber Square in association with Mindgold Solutions. മുംബൈയിലെ അടുത്ത മേയർ ജനറൽ വിഭാഗത്തിൽ നിന്നുള്ള വനിതയായിരിക്കും. നഗരവികസന വകുപ്പ് നടത്തിയ നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനം. എന്നാൽ നറുക്കെടുപ്പിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. നഗരവികസന വകുപ്പിന്റെ നറുക്കെടുപ്പിലൂടെ മുംബൈയിൽ ജനറൽ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ മേയർ ഉറപ്പായി. ഈ തീരുമാനം ശിവസേന UBTയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി. 2.5 साल में उनमें जो आए हैं, अगर पहले 2.5 साल महापौर बनेगा क्या कि फिर और किसी उनकी पार्टी तोड़कर महापौर, जैसे मेरी पार्टी तोड़कर मेरा ही मुख्यमंत्री बनाया था, वैसे उनकी पार्टी तोड़कर वो महापौर बनाएंगे क्या? वो देखने जैसी चीज, अभी इंटरेस्टिंग होगी ये बात. പട്ടിക വിഭാഗത്തിൽപ്പെട്ട 2 വനിതാ കോർപ്പറേറ്റർമാർ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെന്നും ST വിഭാഗത്തിന് മേയർ സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പാർട്ടിയെന്നും നേതാക്കൾ പറയുന്നു. ജനുവരി 15 നടന്ന BMC തെരഞ്ഞെടുപ്പിൽ BJP 89 സീറ്റുകൾ നേടിയപ്പോൾ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് 29 സീറ്റുകൾ ലഭിച്ചു. 114 എന്ന ഭൂരിപക്ഷം കൈവരിച്ചെങ്കിലും മേയർ സ്ഥാനത്തിന് ഷിൻഡെ വിഭാഗം അവകാശവാദം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്ത് ശിവസേന UBTക്ക് 65 സീറ്റുകളും MNSന് 6ഉം NCP ശരത് പവാറിന് 1 സീറ്റും ലഭിച്ചു. നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ST വിഭാഗത്തെ നറുക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആരോപണം ശക്തമാണ്. നിയമപ്രകാരമാണ് നറുക്കെടുപ്പ് നടന്നതെന്നാണ് സർക്കാർ വിശദീകരണം. നറുക്കെടുപ്പിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ മഹാരാഷ്ട്രയിലെ നഗരസഭകളിൽ മേയർ തെരഞ്ഞെടുപ്പ് ഇനി രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പുതിയ വേദിയാകുകയാണ്. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിലെ അനിശ്ചിതകാല ധർണ പിൻവലിച്ചു. സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് തീരുമാനം. പിന്നോട്ടിൽ നിന്ന് നിലപാടിൽ ഉറച്ചുനിന്ന സമരക്കാരുമായി നടന്ന ചർച്ചകൾക്കൊടുവിൽ കളക്ടറുടെ അധികാരപരിധിയിലുള്ള ഭൂരിഭാഗ ആവശ്യങ്ങളും ജില്ലാ ഭരണകൂടം അംഗീകരിച്ചു. മഹാരാഷ്ട്രയിൽ CPIM നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് 3ാം ദിവസത്തിലേക്ക് കടന്നതോടെ സമരക്കാർ നിലപാട് ഘടിപ്പിച്ചു. ഇതോടെയാണ് ജില്ലാ നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറായത്. സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും അംഗീകരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്നിരുന്നാലും വിശദാംശങ്ങൾ ഇനിയും ലഭ്യമല്ല. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന നിലപാട് ഘടിപ്പിച്ചതോടെയാണ് അടിയന്തര ചർച്ചയ്ക്കൊടുവിൽ തീരുമാനം. കഴിഞ്ഞ ദിവസം പാൽഘർ ജില്ലാ കളക്ടറേറ്റിലെത്തിയ കാൽനടയാത്രയ്ക്ക് അധികൃതർ പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. ഏകദേശം 75 കിലോമീറ്റർ നടന്ന് ഈ ആദിവാസികൾ, സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ എല്ലാവരും നടന്ന് ഇവിടെ വന്നപ്പോൾ കളക്ടറേറ്റ് ഓഫീസിനുള്ളിലേക്ക് കയറാൻ നമ്മുടെ CPMന്റെ ഈ പ്രക്ഷോഭത്തിനെ സമ്മതിക്കുന്നില്ല. നിവേദനം നൽകാൻ പോലും അനുവദിക്കാതിരുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമായത്. ഇതോടെയാണ് സമരക്കാർ ജില്ലാ കളക്ടറുടെ ഓഫീസ് ഉപരോധിച്ചത്. പുറത്തിറങ്ങാൻ കഴിയാതെ കളക്ടർ അടക്കമുള്ള നിരവധി സർക്കാർ ജീവനക്കാർ ഓഫീസിൽ കുടുങ്ങി. തുടർന്നാണ് ജില്ലാ ഭരണകൂടം ചർച്ചയ്ക്ക് തയ്യാറായത്. तो आज के दिन चर्चा जरूर होगी. अभी कलेक्टर मैडम के साथ में 10-15 मिनट पहले फोन पे हमारा चर्चा हुआ कि ക്ഷേത്രഭൂമി, സർക്കാർ ഭൂമി എന്നിവയെല്ലാം യഥാർത്ഥ കൃഷിക്കാരുടെ പേരിൽ വിട്ടുകൊടുക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങി ജില്ലാ കളക്ടറുടെ പരിധിയിലുള്ള ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റാവശ്യങ്ങളിൽ തീരുമാനം പിന്നീട് അറിയിക്കും. കാലങ്ങളെ അവഗണിക്കപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ പോരാട്ടമെന്ന് वनिता प्रतिनिधी സംഘം പറഞ്ഞു. लोंग मार्च मध्ये आम्ही 12 मागण्या घेऊन आलेलो आहोत. कारण हे नवीन प्रश्न नाहीत. वर्ष चालत आलेले प्रत्येक मोर्चामध्ये ह्या ജില്ലയിൽ നിന്നുള്ള കർഷകർ, കർഷക തൊഴിലാളികൾ, ആദിവാസികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവരാണ് മാർച്ചിൽ അണിനിരുന്നത്. ഓൾ ഇന്ത്യ കിസാൻ സഭ CITU, ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ DYFI, SFI, ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് എന്നീ സംഘടനകളാണ് മാർച്ചിൽ പങ്കെടുത്തത്. രൂപയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ്. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ന്ന നിലയിൽ. വിദേശ നിക്ഷേപകരുടെ വ്യാപക പിൻവലിക്കൽ വിനിമയ വിപണിയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. വിനിമയ വിപണിയിൽ രൂപയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി. ബുധനാഴ്ച വ്യാപാരത്തിനിടെ ഡോളറിനെതിരെ രൂപ 91.74 എന്ന റെക്കോർഡ് താഴ്ന്ന നിലവാരത്തിലെത്തി. ഇതുവരെയുണ്ടായതിൽ ഏറ്റവും വലിയ ഇടിവാണിത്. 68 പൈസയുടെ നഷ്ടത്തോടെ 91.65 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ പണം പിൻവലിക്കുന്നതാണ് രൂപയ്ക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത്. ജനുവരി മാസത്തിൽ മാത്രം 33,000 കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചത്. 2025 മുഴുവൻ ചേർത്ത് ഈ വിറ്റഴിക്കൽ 1.66 ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ്. ഡിസംബർ 16 രേഖപ്പെടുത്തിയ 91.14 രൂപയായിരുന്നു ഇതുവരെ രൂപയുടെ താഴ്ന്ന നിലവാരം. ബുധനാഴ്ച രാവിലെ 91.05 വ്യാപാരം തുടങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം രൂപ കുത്തനെ ഇടിഞ്ഞ് 91.74 നിലവാരത്തിലെത്തി. 2026 ഇതുവരെ രൂപ 1.98% മൂല്യനഷ്ടം നേരിട്ടു. ആഗോള അനിശ്ചിതത്വവും വിദേശ മൂലധന പിൻവലിക്കലും തുടർന്നാൽ രൂപയ്ക്ക് മേൽ സമ്മർദ്ദം തുടരാനാണ് സാധ്യത.
മുംബൈയിലെ ലോക്കൽ ട്രെയിൻ യാത്രികർ നേരിടുന്ന തിരക്ക് കുറയ്ക്കാൻ സെൻട്രൽ റെയിൽവേയുടെ നിർണായക നീക്കം. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിലും ദാദർ ടെർമിനസിലും സർവീസ് അവസാനിപ്പിക്കുന്ന ചില ദീർഘദൂര ട്രെയിനുകൾ പൻവലിലേക്കും കുർളയിലേക്കും മാറ്റാൻ ആലോചന. രാവിലെ തിരക്കേറിയ സമയങ്ങളിൽ വൈകിയെത്തുന്ന ദീർഘദൂര ട്രെയിനുകൾ ലോക്കൽ ട്രെയിൻ സർവീസുകളെ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. മുംബൈയിലെ സെൻട്രൽ റെയിൽവേയുടെ നാഴിൽ രാവിലത്തെ ലോക്കൽ ട്രെയിൻ സർവീസുകൾക്ക് വലിയ വെല്ലുവിളിയാകുന്നത് വൈകിയെത്തുന്ന ദീർഘദൂര ട്രെയിനുകളാണ്. രാവിലെ 7 മുതൽ 11 വരെ സമയത്ത് നഗരത്തിലെത്തുന്ന നിരവധി എക്സ്പ്രസ് ട്രെയിനുകൾ സബർബൻ സർവീസുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നുവെന്ന് റെയിൽവേ കണ്ടെത്തി. ഈ പശ്ചാത്തലത്തിലാണ് CST ദാദർ ടെർമിനലുകൾക്ക് പകരം പൻവലും കുർളയും ടെർമിനലാക്കി മാറ്റാൻ സെൻട്രൽ റെയിൽവേ പരിഗണിക്കുന്നത്. ഇതുവഴി കസറ കർജത്ത് ഇടനാഴിയിൽ ഏകദേശം 15 അധിക സബർബൻ സർവീസുകൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ശൈത്യകാലത്ത് ഗോദാൻ എക്സ്പ്രസ്, ചപ്ര എക്സ്പ്രസ്, മഹാനഗരി, കാമയാനി, കാശി എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾ പതിവായി വൈകുന്നു. ഇത് ലോക്കൽ ട്രെയിനുകൾക്ക് ക്ലിയറൻസായി കാത്തിരിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും 20 മുതൽ 25 മിനിറ്റ് വരെ വൈകിയോടാൻ കാരണമാകുകയും ചെയ്യുന്നു. പ്രതിദിനം 40 മുതൽ 50 വരെ സബർബൻ സർവീസുകൾ ഇതുമൂലം ബാധിക്കപ്പെടുന്നുവെന്നാണ് കണക്ക്. രാജ്യറാണി എക്സ്പ്രസ്, ദാദർ തിരുനെൽവേലി സൂപ്പർഫാസ്റ്റ്, തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, ഹാപ്പ ദുരന്തോ എന്നിവയും മാറ്റാൻ പരിഗണിക്കുന്നുണ്ട്. ടെർമിനൽ മാറ്റത്തിനോടൊപ്പം ഈ ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം 24 വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം കൂടുതൽ സബർബൻ സർവീസുകൾക്കായി അധിക റേക്കുകൾ ആവശ്യമാണെന്നും റെയിൽവേ വ്യക്തമാക്കി. ജനുവരി 26 മുതൽ ഹാർബർ ലൈനിൽ 14 AC ലോക്കൽ സർവീസുകൾ വീണ്ടും ആരംഭിക്കാനും പദ്ധതിയുണ്ട്. ദിവസേന ലോക്കൽ ട്രെയിനുകളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് യാത്രികർക്ക് ഇതൊരു ആശ്വാസമാകുമോ എന്നതാണ് ചോദ്യം. ദുബായിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ ആഗോള സമ്മേളനത്തിൽ തിളങ്ങി മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൌൺസിൽ. 100-ൽ പരം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ബെസ്റ്റ് സ്റ്റേറ്റ് കൌൺസിൽ പുരസ്കാര നിറവിൽ മഹാരാഷ്ട്ര. ദുബായിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ സംഘടിപ്പിച്ച 5ാം ദ്വൈവാർഷിക ആഗോള സമ്മേളനം വൻ വിജയമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം അറിവും അനുഭവങ്ങളും പങ്കുവച്ച സ്മരണീയ വേദിയായി മാറി. മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൌൺസിലിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഉമ്മൻ ഡേവിഡ്, ഡോക്ടർ റോയ് ജോൺ മാത്യു, ഡൊമിനിക് പോൾ, ബിജോയ് ഉമ്മൻ, ലീല ഡേവിഡ്, ശിവറാം മഠത്തിൽ, ആരോഷ് തോമസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൌൺസിലിന് ബെസ്റ്റ് സ്റ്റേറ്റ് കൌൺസിൽ അവാർഡ് ലഭിച്ചു. പല മേഖലയിലെ പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘടനയായി രൂപം പ്രാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. പ്രവാസികളുടെ ഒരു ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ് WMF. But bringing that global level to Maharashtra is the vision of our setup here in WMF Maharashtra chapter. ചടങ്ങിൽ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പ്രിൻസിപ്പൽ ബിജോയ് ഉമ്മനെ ബീക്കൺ ഓഫ് എഡ്യൂക്കേഷൻ പുരസ്കാരം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദരിച്ചു. Dr. Bijoy Uman is a distinguished educationist, visionary academic leader and an institution builder with over 25 years of transformative experience in education. Renowned for his unwavering commitment to academics, discipline and vision-based learning. He has played a pivotal role in shaping thousands of young minds across Maharashtra. 100-ൽ പരം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കൺവെൻഷനിൽ ഭാഗമായത്. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ചരിത്രം കുറിച്ച് കല്യാൺ ബദ്ലാപൂർ മേഖല. കാർമൽ ഗവൺമെന്റ് ഹൈസ്കൂളും UK ആസ്ഥാനമായ സൈബർ സ്ക്വയറും ചേർന്ന് സംഘടിപ്പിച്ച AI റോബോട്ടിക്സ് ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ കഴിവുകളും ഭാവി സാങ്കേതിക സാധ്യതകളും സമന്വയിച്ച വേദിയായി. കല്യാൺ ബദ്ലാപൂർ മേഖലയിലെ കാർമൽ കോൺവെന്റ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചത്. പ്രിൻസിപ്പൽ സിസ്റ്റർ വിമൽ ഗ്രേസിന്റെ നേതൃത്വത്തിൽ സൈബർ സ്ക്വയറുമായി സഹകരിച്ച് സ്കൂൾ സംഘടിപ്പിച്ച ആദ്യ ഗ്രാൻഡ് ഡിജിറ്റൽ ഫെസ്റ്റ് വൻ ശ്രദ്ധ നേടുകയായിരുന്നു. KDMC കോർപ്പറേറ്റർ ആദിത്യ നരഹരി പാട്ടീൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ വെറും സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവരല്ല, അത് സൃഷ്ടിക്കുന്നവരായി മാറുന്നത് നഗരത്തിന് अभिमानकरमाണെന്ന് पाटील പറഞ്ഞു. सिक्युरिटी प्रायव्हसी मेंटेन करण्यासाठी कशा प्रकारे केलं पाहिजे आणि फ्युचर मध्ये अनेक ऑपॉर्च्युनिटीज ग्रॅब करण्यासाठी मग तुमचं करियर असेल. 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രോജക്റ്റുകളായിരുന്നു ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം. പൈത്തൺ, ബ്ലോക്ക് കോഡിംഗ് എന്നിവ ഉപയോഗിച്ച് വികസിപ്പിച്ച AI ആപ്ലിക്കേഷനുകളും ഗെയിമുകളും യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന റോബോട്ടിക് മോഡലുകളും അതിഥികളെ അത്ഭുതപ്പെടുത്തി. സ്വയം പ്രവർത്തിക്കുന്ന ബോട്ടുകൾ, മെക്കാനിക്കൽ മോഡലുകൾ, നവീന റോബോട്ടിക് ആശയങ്ങൾ എന്നിവ വിദ്യാർത്ഥികളുടെ പ്രായത്തെക്കാളപ്പുറമുള്ള സാങ്കേതിക മികവ് തെളിയിച്ചു. പ്രദർശനങ്ങളുടെ ഉയർന്ന നിലവാരം പ്രശംസ നേടി. ഭാവിയിലെ തൊഴിൽ മേഖലകളുടെ അടിസ്ഥാന ശിലകളാണ് AI-യും റോബോട്ടിക്സും, സിസ്റ്റർ വിമൽ ഗ്രേസ് വ്യക്തമാക്കി. വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലേക്ക് സാങ്കേതിക വിദ്യയെ ആഴത്തിൽ ഉൾക്കൊള്ളിച്ച് ഭാവി വാഗ്ദാനങ്ങളാക്കി പ്രശ്നപരിഹാരകരെയും നവോത്ഥാനകരെയും സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും സിസ്റ്റർ പറഞ്ഞു. വിദ്യാഭ്യാസം ഭാവിയിലേക്കുള്ള സാങ്കേതിക യാത്രയായി മാറുമ്പോൾ കാർമൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ AI റോബോട്ടിക്സ് ഫെസ്റ്റ് പുതിയ തലമുറയ്ക്ക് പ്രചോദനമായി മാറുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും.